പട്ടികജാതിക്കാർക്ക് വ്യവസായ പാർക്ക് തുടങ്ങാനായി പറവൂർ നഗരസഭ വാങ്ങിയ ഭൂമി ഇടപാടിലെ അഴിമതിയിൽ നഗരസഭയ്ക്ക് നഷ്ടമായ തുക ഈടാക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎം പറവൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഏരിയ സെക്രട്ടറി ടി.വി. നിതിൻ ഉദ്ഘാടനം ചെയ്തു. അഴിമതിയിൽ പങ്കാളികളായവരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ നടപടികൾ വേഗത്തിലാക്കണമെന്നും സമരക്കാർ. പട്ടികജാതി വിഭാഗക്കാർക്ക് വ്യവസായ പാർക്ക് തുടങ്ങാനായി ഭൂമി വാങ്ങിയതിൽ നടന്ന അഴിമതിയിൽ പറവൂർ നഗരസഭയ്ക്ക് നഷ്ടമായ തുക ഈടാക്കുക, ഭൂമി ഇടപാടിൽ അഴിമതി നടത്തിയവരെ അറസ്റ്റ് ചെയ്യുക, പ്രോസിക്യൂഷൻ നടപടി വേഗത്തിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിപിഐഎം പറവൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഏരിയ സെക്രട്ടറി ടി.വി. നിതിൻ ഉദ്ഘാടനം ചെയ്തു. 2014 നവംബർ മാസത്തിലാണ് കൗൺസിൽ പറവൂർ നഗരത്തിലെ പട്ടികജാതി ജനവിഭാഗങ്ങൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി അവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി ഒരു വ്യവസായ പാർക്ക് ആരംഭിക്കണമെന്നുള്ള നിർദ്ദേശം വരുന്നു. അതായത് ഭൂമി ഇവർ കണ്ടെത്തുന്നു. ചുളുവിലയ്ക്ക് എവിടെന്നോ തർക്കത്തിൽ കിടക്കുന്ന ഒരു ഭൂമി കണ്ടെത്തുന്നു. ആ ഭൂമി കണ്ടെത്തുമ്പോൾ ആ ഭൂമിക്ക് ഇവർ സെന്റിന് 1.5 ലക്ഷം രൂപ സ്വയം നിശ്ചയിക്കുന്നുവല്ലോ. നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ CPJ കാണിച്ചതുപോലെ കളക്ടർ തന്നെ ആദ്യത്തെ റിപ്പോർട്ടിൽ ഈ ഭൂമി അനുയോജ്യമല്ല എന്ന് പറയുന്നു. കൃത്യമായി നഗരസഭയുടെ ഓഡിറ്റ് വിഭാഗം പിന്നെ കണ്ടെത്തി പറയുന്നുണ്ട്, എണ്ണി പറയുന്നുണ്ട്. 2015-16 നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ട് ഒന്നെടുത്ത് വായിച്ചു നോക്കിയാൽ മതി. ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെ വായിച്ചു നോക്കണം. എണ്ണി പറയുന്നുണ്ട്. ഈ 140/11A22 എന്ന് പറയുന്ന സർവേയിൽ ഇങ്ങനെ ഒരു ഭൂമിയില്ല, സംശയാസ്പദമാണ്. അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന കാര്യം തഹസീൽദാർ റിപ്പോർട്ടിലുമുണ്ട്, അതുപോലെ തന്നെ നഗരസഭയുടെ ഓഡിറ്റ് റിപ്പോർട്ടിലുമുണ്ട്. ഇതിലേക്ക് വഴിയില്ല. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിന് വേണ്ടി വ്യവസായ പാർക്ക് പണിയുന്നതിന് വേണ്ടി പറവൂർ നഗരസഭ കണ്ടെത്തിയ ഭൂമിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതിലേക്ക് പ്രവേശന മാർഗമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം. 3 വശവും തോടിനാൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. ഈ ഭൂമി പരിശോധിക്കാൻ നമ്മളിപ്പോ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചാൽ പോലും ഭൂമിയിലേക്ക് കയറാൻ പറ്റില്ല. 3 വശവും തോടാണ്. നഗരസഭയ്ക്ക് വാങ്ങാൻ അനുയോജ്യമായ ഒരു ഭൂമിയല്ല എന്ന് കൃത്യമായി തഹസീൽദാർ റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടും കളക്ടർ ആദ്യം അനുമതി നൽകാതിരുന്നിട്ടും നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ ആദ്യത്തെ റിപ്പോർട്ട് ഉണ്ടായിട്ട് നിർബന്ധ ബുദ്ധിയോടുകൂടി ഈ ഭൂമി തന്നെ ഞങ്ങൾ വാങ്ങുകയുള്ളൂ എന്നുള്ള ക്രിമിനൽ ഗൂഢാലോചനയാണ് ഇതിനകത്ത് നടന്നത്. M.R. റീന അധ്യക്ഷത വഹിച്ചു. 2014 UDF ഭരിച്ചിരുന്ന കാലത്ത് വത്സല പ്രസന്നകുമാർ നഗരസഭ അധ്യക്ഷയായിരുന്ന സമയത്താണ് വിവാദമായ ഭൂമി ഇടപാട് നടന്നത്. ഇടപാടിൽ അഴിമതി നടന്നതായി ഉയർന്ന ആക്ഷേപത്തെ തുടർന്ന് അന്നത്തെ UDF കൗൺസിലർമാരിലെ പ്രമുഖരെയും നഗരസഭാ സെക്രട്ടറിയെയും പ്രതി ചേർത്തുകൊണ്ട് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു. കേസിന്റെ അന്വേഷണ പ്രക്രിയ ഇപ്പോൾ അന്തിമഘട്ടത്തിലാണ്. ഇതോടൊപ്പം നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റിയിലും ബന്ധപ്പെട്ട പരാതി പരിഗണനയിൽ തുടരുന്നു. കേസുമായി ബന്ധപ്പെട്ട നടപടികൾക്ക് വേഗത നൽകുകയും കുറ്റക്കാരിൽ നിന്ന് നഗരസഭയ്ക്ക് സംഭവിച്ച സാമ്പത്തിക നഷ്ടം പൂർണ്ണമായി തിരിച്ചുപിടിക്കണമെന്നുമാണ് സമരക്കാരുടെ ആവശ്യം. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KJ ഷൈൻ, NS അനിൽകുമാർ, ലോക്കൽ സെക്രട്ടറിമാരായ CP ജയൻ, PP അജയകുമാർ, കൗൺസിലർമാരായ MK ബാനർജി, ജ്യോതി ദിനേശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ 100 രൂപ മുതൽ ഷർട്ടുകൾ, ജീൻസുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ 60 രൂപ, ഷിഫോൺ സാരികൾ 90 രൂപ, പട്യാലകൾ 2 എണ്ണം 100 രൂപ, ഷാളുകൾ 60 രൂപ.